നമുക്ക് പഞ്ഞി പോലത്തെ വട്ടയപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 2 കപ്പ് അരി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. നിങ്ങൾക്ക് പച്ചരി എടുക്കാം കേട്ടോ. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഉണ്ട പോലെ ഉണ്ടാവും. അത് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് വട്ടയപ്പം കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് 4 മണിക്കൂർ, മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണേ. അപ്പോൾ 4 മണിക്കൂർ ഞാനിത് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കുക. നമ്മൾ കഴുകിയെടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ക്ലിയറായി വരുന്നത് വരെ ഇത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എത്രയാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. ഇനി വേണ്ടത് ചോറാണ്. ചോറ് നിങ്ങൾക്ക് വെളുത്ത ചോറ് വേണമെങ്കിൽ എടുക്കാം. ഞാനിതിപ്പോൾ ഇത് ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 കപ്പ് വേണം കേട്ടോ. അപ്പോൾ 2 കപ്പിന് 1/4 കപ്പ് ചോറ് എടുക്കണം. ഓക്കെ. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിപ്പം 1 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ മധുരമുള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കറി വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. ഓക്കെ. സോ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സ്വീറ്റ്നെസ്സാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 കപ്പിൻ്റെ പകുതി ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാനിത് ട്രഡീഷണൽ ഈസ്റ്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ല ചൂട് വേണ്ട, ജസ്റ്റ് ഒരു വാം വാട്ടറില്ല, കുറച്ച് ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും ഈസ്റ്റ് റെഡിയാവും. ഓക്കെ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ബാക്കിയുള്ള അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അരി മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനിയും ബാക്കിയുള്ള ചോറും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഇതിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ബാക്കി പിന്നെ തേങ്ങാപ്പാൽ ഇടണേ, അതും കൂടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇത് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ബിക്കോസ് നമ്മൾ ആദ്യത്തെ ബാറ്ററിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ഇതിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി വേണം. ഇതാണ് കേട്ടോ പരുവം. ഇതുപോലെ വേണം അരക്കാനായിട്ട്. ഇനി നമ്മൾ ഒരു 4 മണിക്കൂർ മിനിമം ഇത് അടച്ചു വെക്കാം കേട്ടോ, ഇത് പൊന്തി വരാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ 4 hours കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം 4 മണിക്കൂറായി. നമ്മൾ ബാറ്റർ നോക്കും, ഇതുപോലെ ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു സ്റ്റീമർ, ഇഡ്ഡലി പാത്രം വേണമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഇതാണ് വെക്കുന്നത്, സ്റ്റീമറാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു. അപ്പോൾ ബാറ്റർ നിങ്ങൾ താഴെ നിന്ന് ഇങ്ങനെ മെല്ലെ എടുക്കണം കേട്ടോ, ഫുള്ളായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബാറ്റർ ഒഴിച്ചെടുക്കുക. ഞാൻ ഒരുപാട് തിക്കായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടിച്ചു വെക്കാം കേട്ടോ. അടിച്ചു വെച്ചിട്ട് ഇത് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. സോ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് അത് വരുന്നത് വരെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോൾ ഇത് ക്ലിയറായി വന്നിട്ടുണ്ട്. സോ ഞാനപ്പോൾ അത് എടുക്കുകയാണ് കേട്ടോ. സോ ഇത് വേറെ ഒരു വട്ടയപ്പമാണ്, ഞാൻ വേറൊരു പ്ലേറ്റിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. ഇനി ഇത് മാറ്റാം. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാഷ്യൂന് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. സോ നല്ല ഈസിയല്ലേ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.